ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോസ്ഫിൻ ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇന്നൊരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ മൊബൈലൊക്കെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെർച്വൽ റിയാലിറ്റിയുടെ ഒരു VR ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയുണ്ട്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ നമ്മൾ നോക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം ഞാൻ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് അപ്പം ഞാൻ പറഞ്ഞ VR ബോക്സ്. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ തുറക്കുന്നതാണ് നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള യൂസർ മാനുവൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതോടെ മാറ്റിയേക്കാം. ഇതാണ് VR ഹെഡ്സെറ്റ്. ഇവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്ക് ചാർജ് ചെയ്തുകൊണ്ട് തന്നെ ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഞാനിത് നേരത്തെ ഒന്ന് ഓപ്പൺ ചെയ്തായിരുന്നു. കിട്ടുന്ന പാടെ നമുക്ക് ഇതിനകത്ത് വെക്കാൻ വേണ്ടി 3 റബ്ബർ കിട്ടും. അത് ഇവിടെയും നമ്മൾ ഒട്ടിച്ച് വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ മൊബൈൽ പ്ലേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ പൊക്കാനും താക്കാനും ഒക്കെ ഇത് ഇങ്ങനെ പറ്റും. മാക്സിമം 6 ഇഞ്ചാണ് കേട്ടോ ഫോണിൻ്റെ സൈസ്. അപ്പം ഞാൻ എൻ്റെ ഫോണൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. എൻ്റെ ഫോൺ 6 ഇഞ്ചിനെക്കാളും കൂടുതലുള്ളതുകൊണ്ട് ഇത് കയറില്ല. കവറില്ലാതെ നോക്കിയാലും കയറില്ല ഇതിനകത്ത്. അപ്പം അങ്ങനെയാണ്. ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം ചെറിയ വിലയുടെ സാധനമാണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ലൈൻസ് നമുക്ക് ഇവിടുന്ന് താഴോട്ടും മുകളിലോട്ടും ഒക്കെ നമുക്ക് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ലൈൻസ് സൈഡിലോട്ടോ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് തലയിലിടാൻ വേണ്ടി ഒരു എലാസ്റ്റിക് ബാൻഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തലയിലിടാനൊക്കെ. ഇത് നമുക്കിങ്ങനെ മൂവ് ചെയ്യാം കേട്ടോ, ഇങ്ങനെ ഓപ്പണിങ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനകത്ത് മൊബൈൽ വെച്ച് നമുക്കിതൊന്ന് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ. അപ്പോൾ ഗൈസ്, അപ്പം ഇതാണ് നമ്മൾ യൂസർ മാനുവൽ തുറന്നപ്പം ഇതിൻ്റെ ആപ്പ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പം പൊതുവെ ഇവരൊരു QR സ്കാനിങ് കൊടുക്കുന്നതാണ്. നമ്മുടെ ഇപ്പോൾ ഇതിൽ തന്നിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് VR ആപ്പ് എന്ന്. അപ്പം നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് VR ആപ്പ് എന്ന് സെർച്ച് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് VR ആപ്പ് എന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. അല്ല, നമ്മൾ അപ്പം കുറേ VR ആപ്പുകൾ കിട്ടും. അപ്പം നമ്മളൊരു VR ആപ്പ് എടുത്തതിന് ശേഷം ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്യുക, ലെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ഇതിന് കുറച്ച് ആഡ് കണ്ടെയ്ൻ ചെയ്യും കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നമ്മളത് ക്ലോസ് അടിച്ച് കൊടുത്താൽ മതി. ഇതിൽ തന്നെ നമുക്ക് കുറേ VR വീഡിയോസ് കിട്ടും. നമുക്ക് കാർട്ടൂൺ മോഡൽ, അഡ്വെഞ്ചർ, അങ്ങനെ കുറേ നമുക്ക് കിട്ടും. അതല്ല, നമുക്ക് ഇതിനകത്ത് ഒന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് നേരെ യൂട്യൂബിൽ പോയിട്ട് VR വീഡിയോ എന്ന് അടിച്ചാൽ മതി. VR 360 വീഡിയോസ് അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കുറേ വീഡിയോസ് കിട്ടും. ഇതിലേത് നമ്മൾ പ്ലേ ചെയ്തതിന് ശേഷം ഈ സംഭവം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരെ ഫോൺ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഫോൺ വെച്ചതിന് ശേഷം ഇതുപോലെ ആയിരിക്കും ഇരിക്കുക. അത് നമ്മൾ നേരെ ഈ VR മോഡിലേക്ക് ഇങ്ങനെ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ നേരെ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇത് കണ്ടില്ലേ, ഇത് മാഗ്നിഫൈങ് ഗ്ലാസ് ആണ്. അപ്പം ഇത് ഞാനൊന്ന് വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓഫ് ഗൈസ്, കുഴപ്പമില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ചെറിയ വിലയ്ക്ക് ഇങ്ങനെ ഒരു VR മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് ഉണ്ട് കേട്ടോ. ഇത് മാഗ്നിഫൈങ് ഗ്ലാസ് ആയതുകൊണ്ട് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. പക്ഷേ അത് വിഷയമല്ല. നമ്മൾ ആ രണ്ടെണ്ണം വരുന്ന രീതിയിൽ നമ്മൾ മൊബൈലിൽ ആ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു റിയാലിറ്റി കിട്ടുന്നുണ്ട്. ആ മാഗ്നിഫൈങ് ഗ്ലാസിൻ്റെ ഒരു ചെറിയ ക്ലാരിറ്റി കുറവുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല ഇതിനകത്ത്. പിന്നെ ഇത് ചാർജ് ചെയ്തൊക്കെ യൂസ് ചെയ്യാം. ഹെഡ്ഫോൺ ജാക്ക് കുത്താനുള്ള ഹോളാണ് ഇതൊക്കെ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുവാണെങ്കിൽ ഇത് കുഴപ്പമൊന്നുമില്ല. നമുക്ക്
ഒരു വല്ലപ്പോഴും യൂസ് ചെയ്യണം. എപ്പോഴും ഈ കണ്ടിന്യൂസ് ഈ സാധനം യൂസ് ചെയ്യരുത്. കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ ചിലപ്പം കണ്ണിനൊക്കെ ചിലപ്പം പ്രോബ്ലം വരുമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെച്ച് കാണാനൊക്കെ ഈ സംഭവം അടിപൊളിയാണ് ഗായ്സ്. അപ്പം ഇനി ഞാൻ വെച്ചു, ഇനി എൻ്റെ അനിയത്തി ഒന്ന് വെച്ച് ട്രൈ ചെയ്യേണ്ട സമയമാണ്. അവൾ കുറച്ച് നേരം ഇതൊന്ന് വെച്ച് അവളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ ഇതെങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് അവൾ പറയും എങ്ങനെയുണ്ടെന്ന്. നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഈ ബാൻഡ് നമ്മൾ തലയുടെ നടുക്ക് ചിലപ്പോൾ ഇതിങ്ങനെ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ബാലൻസ് ഈ സാധനത്തിൻ്റെ മൊബൈലിലെ വെയിറ്റും എല്ലാം കൂടെ വരുമ്പോൾ നമുക്കിതൊന്ന് താഴത്തേക്ക് പോകുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇത് പരമാവധി ഈ നടുക്ക് തന്നെ ഇതിങ്ങനെ ബാൻഡ് ഇടാൻ ശ്രമിക്കുക കേട്ടോ. എങ്ങനെയുണ്ട്? രസമുണ്ടോ? സോ ഗൈസ്, അപ്പം ഈ VR ഹെഡ്സെറ്റ് ചെറിയൊരു VR എക്സ്പീരിയൻസിനൊക്കെ നല്ലതാണ്. കുഴപ്പമില്ല, ഞാൻ നോക്കിയിട്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതുവരേക്കും ഇസ്മി ജോസ്മിൻ ഷിജോ സൈനിങ് ഓഫ്.